കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോൾ ഒരരിപ്പിറാവ് എന്ന കവിതയിൽ ആദ്യം തന്നെ എൻ്റെ മുറ്റം നീ അലങ്കരിച്ചുവല്ലോ എന്ന് പ്രാവിനോട് പറയുന്നുണ്ട്. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ. ഒരു പൂക്കളം തന്നെ തൻ്റെ വീട്ടുമുറ്റത്ത് ഈ പ്രാവ് തയ്യാറാക്കി എന്നാണ് കവി പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. സ്ഫുരദംഗമരീചി വീചിയാൽ എൻ പുരമുറ്റത്ത് പുരന്ധ്രിമാർ കണക്കെ വിരവോടു വിചിത്രമംഗളപ്പൂ നിര കാലത്തു വിരിച്ചിടുന്നിതോ നീ. എൻ പുരമുറ്റത്ത് പുരന്ധ്രിമാർ കണക്കെ സ്ഫുരദംഗമരീചി വീചിയാൽ വിരവോട് വിചിത്രമംഗളപ്പൂനിര കാലത്ത് നീ വിരിച്ചിടുന്നു എന്ന് അന്വയം. എൻ പുരമുറ്റത്ത്, അതായത് കവിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് ആണല്ലോ ഈ പ്രാവുള്ളത്. പുരന്ധ്രിമാർ, പുരന്ധ്രി എന്ന് പറയണമെങ്കിൽ തറവാട്ടമ്മ, കുലസ്ത്രീ എന്നർത്ഥം. പുരന്ധ്രിമാർ കണക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ, ഒരു കുലസ്ത്രീകൾ ചെയ്യുന്നത് പോലെ എന്താ ചെയ്യണത്? സ്ഫുരദംഗമരീചി വീചിയാൽ. സ്ഫുരത് എന്ന് പറഞ്ഞാൽ സ്ഫുരിക്കുന്ന, തിളങ്ങുന്ന എന്നർത്ഥം. അംഗം ശരീരം, മരീചി എന്ന് പറഞ്ഞാൽ രശ്മി, ശോഭ എന്നർത്ഥം. വീചി എന്ന് പറഞ്ഞാൽ തിര. വിരബോട് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. വിചിത്രമംഗളപ്പൂ, വിവിധ വർണ്ണത്തിലുള്ള പുഷ്പങ്ങളുടെ നിര എന്ന് പറഞ്ഞ കൂട്ടം. ഇത് നീ കാലത്ത് വിരിച്ചിടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തറവാട്ടമ്മമാരെ ചെയ്യുന്നത് പോലെ മിന്നിത്തിളങ്ങുന്ന നിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതും തിര പോലെ അടിച്ചു കയറുന്നതുമായ ശരീരകാന്തിയാൽ എൻ്റെ വീട്ടുമുറ്റത്ത് വേഗത്തിൽ വിചിത്രവർണ്ണങ്ങളിലുള്ള പൂക്കളുടെ കൂട്ടം, അതായത് പൂക്കളം എന്നർത്ഥം, നീ വിരിക്കുന്നുവോ, പൂക്കളം ഇടുന്നുവോ എന്ന് കവി പ്രാവിനോട് ചോദിക്കുകയാണ്. പ്രാവിൻ്റെ ഭംഗി ആണ് ഇതിൽ വിസ്തരിച്ച് പറയുന്നത്. ഓണക്കാലത്തും മറ്റും നമ്മൾ പൂക്കളം ഉണ്ടാക്കുമല്ലോ വീട്ടുമുറ്റത്ത്. മുറ്റത്ത് ചാണം മെഴുകി വെളിച്ചാങ്കാലത്ത് തന്നെ പല തരത്തിലുള്ള പൂക്കളും കൊണ്ടുവന്ന് പൂക്കളം ഉണ്ടാക്കുന്ന ആ ഒരു ചിത്രമാണ് കവി ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് പക്ഷി പൂ കൊത്തിക്കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂക്കളം നിർമ്മിക്കലല്ല, സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി അതുകൊണ്ട് ഒരു പൂക്കളം തീർത്തു എന്നുള്ളത് മനസ്സിലാക്കണം. അടുത്ത ശ്ലോകത്തിലും ഈ വർണ്ണന തന്നെയാണ് ശരീരഭംഗി. നമുക്ക് ആ ശ്ലോകം ആദ്യം ഒന്ന് ചൊല്ലാം. ഭുവനത്രയശില്പി ചിത്രരത്നപ്രവരശ്രേണി പതിച്ചതിൻ പ്രകാശം തവമെയിലിതാ പതിന്മടങ്ങായി നവസൂര്യക്കതിരേറ്റുമിന്നിടുന്നു. ഇതിൽ അന്വയം പ്രത്യേകം പറയാനില്ല. അതേ ശ്ലോകം എഴുതിയത് അതേപടി അന്വയമായിട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് അർത്ഥം. അപ്പോൾ ഭുവനത്രയ ശില്പി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭുവനത്രയം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ. ഏതൊക്കെയാത്? ഭൂമി, സ്വർഗം, പാതാളം. ഈ ശില്പി, അപ്പോൾ ഭുവനത്രയത്തിൻ്റെ ശില്പി, അതായത് 3 ലോകങ്ങളെയും സൃഷ്ടിച്ച ആൾ, അതായത് സാക്ഷാത് സൃഷ്ടികർത്താവ് അർത്ഥം, ഈശ്വരൻ. അദ്ദേഹം അരിപ്രാവിനെ സൃഷ്ടിക്കുമ്പോൾ ചിത്രരത്നപ്രവരശ്രേണി, ചിത്രങ്ങളായ, അതായത് നാനാവർണ്ണങ്ങളിലുള്ള ഉത്തമമായ
രത്നങ്ങളുടെ കൂട്ടം ആണ് ചിത്രരത്ന പ്രവര ശ്രേണി. ശ്രേണി എന്ന് പറഞ്ഞ കൂട്ടം, രത്നം അതിൻ്റെ പ്രവരമായിട്ടുള്ളത്, വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ചിത്രങ്ങളാണ്. അതാണ് വ്യത്യസ്ത നാനാവർണ്ണത്തിലുള്ള ഉത്തമമായ രത്നങ്ങളുടെ കൂട്ടം. 1-2 നില അദ്ദേഹത്തിൽ ധാരാളം ഇതിങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട് ഈ രത്നങ്ങൾ. ഈശ്വരൻ അതിൻ്റെ പ്രകാശം, രത്നത്തിന് അതിൻ്റേതായുള്ള പ്രകാശമുണ്ട്. അതിന് പുറമെ തവമെയ്യിൽ ഈ പ്രാവിൻ്റെ ശരീരത്തിൽ 10 മടങ്ങായി എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയായി. അതെന്താ ഈ 10 ഇരട്ടിയാവാൻ എന്താ കാരണം? നവസൂര്യക്കതിരേറ്റ്, വെളിച്ചങ്കാലത്താണല്ലോ ഈ നേരത്തെ കണി കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ സൂര്യപ്രകാശം ഇതിൻ്റെ മേല് തട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ മേലുള്ള ഈ രത്നങ്ങൾ ഇതെല്ലാം മിന്നിത്തിളങ്ങാണ് ആ രശ്മി ഏറ്റിട്ട്. അപ്പോൾ കാലത്തെ സൂര്യരശ്മി കാരണം തിളങ്ങിടുന്നു, മിന്നിത്തിളങ്ങാണ് അതിൻ്റെ ശരീരം, ആ ശരീരകാന്തി. ചുരുക്കത്തിൽ സൃഷ്ടികർത്താവ് പ്രാവിൻ്റെ ശരീരത്തിൽ നിരവധി രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അവയിൽ സൂര്യരശ്മി തട്ടുമ്പോൾ അത് 10 മടങ്ങായി വെട്ടിത്തിളങ്ങുന്നു എന്നർത്ഥം. ഇത് ഈശ്വരാനുഗ്രഹമുള്ളവർക്കും ചില ഉത്തമന്മാരുടെ സഹായം കൂടി കിട്ടിയാൽ അധികം ശോഭിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗുണപാഠം കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇനി 2 ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലാം. സ്ഫുരദംഗമരീചി വീചിയാൽ എൻ പുരമുറ്റത്തു പുരന്ധ്രിമാർ കണക്കെ വിരവോടു വിചിത്രമംഗളപ്പൂനിരകാലത്തു വിരിച്ചിടുന്നി തോന്നി. ഭുവനത്രയശില്പി ചിത്രരത്നപ്രവരശ്രേണി പതിച്ചതിൻ പ്രകാശം തവമെയ്യിലിതാ 10 മടങ്ങായി നവസൂര്യക്കതിരേറ്റുമിന്നിടുന്നു. ഇതിൽ 6-ാം ശ്ലോകത്തിൽ വീട്ടുമുറ്റം അലങ്കരിച്ചത് എങ്ങനെയാണ് എന്നും 7 ഈ പ്രിയദർശനനാണ് ഈ പ്രാവ് എന്ന കവി പറഞ്ഞത്, അത് കുറച്ചും കൂടി കൂടുതൽ വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകം, 7-ാമത്തെ ശ്ലോകം വഴി. ഇന്ന് നമുക്ക് ഇവിടെ ഇത്രയും പറഞ്ഞു നിർത്താം. അടുത്ത ശ്ലോകം അടുത്ത ദിവസം ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ, ഇവിടെ രത്നങ്ങൾ പതിച്ചു ഈ പ്രാവിൻ്റെ മേലെ ഈശ്വരൻ എന്ന് പറയുന്നത് കവിയുടെ ഒരു ഭാവനയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അരിപ്രാവിൻ്റെ ദേഹം ഇപ്പോൾ വിടർന്ന ഒരു വാഴക്കൊമ്പ് പോലെയാണ്, മനോഹര വർണ്ണമാണ് എന്ന് കവി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, അതിൻ്റെ ദേഹത്തിന് മനോഹരത വർദ്ധിപ്പിക്കാൻ വിവിധ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ട്. അവയെയാണ് കവി രത്നങ്ങളായി വിഭാവനം ചെയ്ത് പറയുന്നത്. അവ രത്നങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ട് തിളങ്ങും. പിന്നെ അതിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തിൽ, സൂര്യപ്രകാശം ഉള്ള സമയത്ത് അവ വെട്ടിത്തിളങ്ങും. അത്രയേ ഈ രത്നം പതിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ.